അതെനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ രേണുവിൻ്റെ ചരിത്രം മുഴുവനും ഇതിനും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ട്. ആളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ത് വേണോ വിളിച്ചു പറയാം, എന്ത് അനാവശ്യം വേണം പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അശ്ലീലത കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എപ്പോഴും നോക്കിയാലും ഇതല്ലേ. ഈ കാർ ഏതെന്ന് മനസ്സിലായോ? ഈ കാറാണ് അനുമോൾക്ക് ബിഗ് ബോസ് കൊടുക്കാന്ന് പറഞ്ഞ കാർ. ഇതുവരെയും കൊടുത്തിട്ടില്ല. പൊങ്കാലയ്ക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ ഞാൻ 3 പൊങ്കാലക്കലം വെക്കുന്നുണ്ട് കേട്ടോ. പൊങ്കാല ഇടുന്നുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കും ദേവിക്കും മാത്രമേ അറിയുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പൊങ്കാലയ്ക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇനി പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് വെച്ച് കാണാം. 3 കലം കൂടി ഒരുമിച്ച് എങ്ങനെ ചെയ്യും എന്താണെന്ന് അറിയില്ല. എന്തായാലും ദേവിക്ക് വേണ്ടിയിട്ടല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞാൻ പൊങ്കാലയ്ക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ പൊങ്കാലയ്ക്ക് ഇടാനുള്ള സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം ഒരു 7:30 കഴിഞ്ഞു. 8 മണിയാകുമ്പോൾ കഴിഞ്ഞു. അതോടൊപ്പം നിൽക്കാം. ഇത്തവണ ചന്ദ്രഗ്രഹണം ഉള്ളതുകൊണ്ട് ഇച്ചിരി നേരത്തെയാണ്. 9:30 കഴിയുമ്പോൾ 9:45 ആകുമ്പോൾ തന്നെ പെണ്ണരടുപ്പിൽ തീ കൊളുത്തു. നമുക്ക് പൊങ്കാല നിവേദിക്കാനുള്ള പൊങ്കാലയ്ക്കുള്ള സമയമാവും. അപ്പോൾ അതിനു വേണ്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. ഇന്നലെ രാത്രി അനുമോള് വന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. നമുക്ക് പൊങ്കാലയ്ക്ക് പോകാം. ഞാൻ ഇത്തവണ 3 പൊങ്കാലക്കലാണ് കേട്ടോ. പൊങ്കാലയാണ് ഇടുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ പൊങ്കാല ഇടുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോരോ ആഗ്രഹങ്ങൾ അമ്മയെടുത്ത് പറഞ്ഞിട്ടാണ് പൊങ്കാല ഇടുന്നത്. എനിക്കും അതുപോലെ ആഗ്രഹങ്ങളുണ്ട്. ഇത്തവണ എന്തായാലും 3 ഒരുമിച്ച് വെക്കുന്ന കുറച്ച് ഇതാണ്. നമുക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇന്നലെ രാത്രി അനുമോള് വന്ന് ഒരുപാട് നേരം സംസാരിച്ചു. ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. കുറേ കാര്യങ്ങൾ പേഴ്സണലൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിനിടയിൽ നമ്മളതൊന്നും എടുത്തില്ല. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതായിരുന്നില്ല ഉണ്ടായിരുന്നത്. ആളെ കണ്ടതിലും പിന്നെ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ ഞാനും അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അധികമൊന്നും എടുത്തില്ല. അപ്പോൾ പൊങ്കാല വിശേഷങ്ങളായിട്ട് കാണാം. ഇത് ഗണപതിക്ക് ഒരിക്കലാണ്. ഈ വിളക്ക് 5 തിരിയിട്ട് വിളക്ക്, അവല്, മലര്, ശർക്കര, പഴം, പിന്നെ ദേവി മഹാത്മ്യം വെക്കുന്നുണ്ട്. ചുമന്ന പട്ടിൽ ദേവി മഹാത്മ്യം വെക്കും. പിന്നെ ദക്ഷിണ വെക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഗണപതിക്ക് ഒരുക്കം. പിന്നെ അടപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കാലമൊക്കെ അതിൻ്റെ സൈസിന് കറക്റ്റായിട്ട് സെറ്റാക്കി പൂവൊക്കെ വെച്ച് ചതറൊക്കെ തൊട്ടു എല്ലാം സെറ്റാക്കണം. നല്ല അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല വെയിൽ, നല്ല വേർത്ത് കുളിച്ചു. നിരന്തരമായി പറയുകയാണ്, ആ വാഹനങ്ങൾ മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. എല്ലാം റെഡിയാക്കി പണ്ടാരടുക്കൽ തീ കൊളുത്താൻ വേണ്ടിയിട്ട് ആ തീക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് കേട്ടോ. പൊങ്കാല
സ്ത്രീകൾക്ക് മാത്രമാണ്, ആണുങ്ങൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ലാതെ. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാലിനെ പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അത് ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് വന്ന് പൊങ്കാലയ്ക്ക് ഇടുന്നത്. അപ്പം പണ്ടൊക്കെ പുരുഷന്മാരെ ഇടുമായിരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെട്ടതിന് ശേഷമാണ് പുരുഷന്മാർ കുറവ് ഇടാൻ തുടങ്ങിയത്. ദേവിക്ക് മനസ്സർപ്പിച്ച് നമ്മൾ ചെയ്യുന്നതല്ലേ, അത് പുരുഷ സ്ത്രീ വ്യത്യാസമൊന്നും ഇല്ല. എല്ലാവരും ദേവിക്ക് തുല്യരാണ്. സ്ത്രീ പുരുഷ വ്യത്യാസം മാത്രമല്ല, മതവ്യത്യാസവും ദേവിക്കില്ല. എല്ലാ മതത്തിലുള്ളവരും ആർക്ക് വേണമെങ്കിലും ദേവിക്ക് മനസ്സർപ്പിച്ച് പൊങ്കാല ഇടാം. മനസ്സിൽ ദേവിയോടുള്ള ഭക്തിയും സ്നേഹവും മാത്രം മതി. നമ്മുടെ 3 പൊങ്കാല അടപ്പിലും വെള്ളം തിളച്ചു. അപ്പോൾ അങ്ങനെ ഓരോ അടപ്പിലും അരി ഇടുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിച്ചത് അടുത്ത വർഷവും എനിക്ക് പൊങ്കാലിടാൻ വരാൻ പറ്റണേ അമ്മയെന്നാണ്. പൊങ്കാല തിളച്ച് തൂകുന്ന വശം നോക്കിയിട്ട് നമ്മൾ ലക്ഷണങ്ങളൊക്കെ പറയും. ചിലർ കിഴക്കോട്ട് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ശുഭം എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ നമ്മുടെ 3 പൊങ്കാലയും സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ പൊങ്കാല അങ്ങനെയാണ് തിളച്ച് തൂകിയത്. 3 പൊങ്കാലയും നമ്മുടെ കറക്റ്റായിട്ട് ഒരേ സമയം തന്നെ എല്ലാം റെഡി ആയിട്ടോ. നമ്മൾ 2 പാലും 1 ശർക്കര പൊങ്കാലയാണ് വെച്ചത്. പൊങ്കാല കിട്ടി കഴിഞ്ഞ് നേരെ റൂമിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങളിതാ നേരെ അമ്പലത്തിലേക്ക് പോവാണ്, നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതിനു മുമ്പ് ദേവിനെ കണ്ട് ദേവിക്ക് നാരങ്ങ വിളക്കെല്ലാം കത്തിച്ചിട്ട് തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു നാട്ടിലേക്ക്. പൊങ്കാലയൊക്കെ ഇട്ടു, നല്ല അടിപൊളിയായിട്ട് പൊങ്കാലയൊക്കെ ഇട്ടതാ. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പൊങ്കാലയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് കിട്ടുന്നത് ഓർമ്മയുണ്ട്. പിന്നെ നേരം വെളുത്തിട്ടാണ് എഴുന്നേക്കുന്നത്. ഭയങ്കര ക്ഷീണമായി പോയി. അത് കഴിഞ്ഞ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഇപ്പം തിരിച്ച് കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് രേണുസുധിയുടെ വീഡിയോ കുറച്ച് പേര് പറഞ്ഞു രേണുസുധി കടന്നിട്ട് അർമാദിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ടെന്ന്. പക്ഷെ രേണുസുധിയുടെ വീഡിയോ എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. രേണുസുധിയുടെ വീഡിയോ ഇടാൻ ഒരു കണ്ടന്റ് മാത്രം കൊടുത്തോണ്ടിരിക്കുന്നത്. ശരിയാണ്, പുള്ളി അഭിനേത്രിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സമ്മതിച്ചു, അഭിനയിച്ചോളൂ, കഴിവിനനുസരിച്ച് അഭിനയിച്ചോളൂ. ഈ അഭിനയം എന്ന് പറയുന്നത് അഭിനയിക്കുക ജീവിക്കുക അതെന്താണെങ്കിലും ഈ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ പോരെ. എന്തിനാണ് അത് കഴിഞ്ഞിട്ടുള്ള അഭിനയം? അത് അഭിനയിച്ചോളൂ. അവർ തമ്മിലുള്ള സംസാരമോ രീതിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അവരത് എടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടും. ഇപ്പോൾ ഒരുത്തൻ വന്നിട്ടുണ്ടല്ലോ, അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏതൊരു താടിക്കാരൻ. അവൻ്റെ റീല് ഞാൻ ഇതിനു മുമ്പ് വേറൊരു ദീപ്തി കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസ്ഫോമൺ ആണ്. അപ്പോൾ അവരുടെ ഇന്നത്തെ ഞാൻ റീലിൽ കണ്ടു. എന്ത് രസമായിട്ടാണ് അവൻ അഭിനയിക്കുന്നത്. പക്ഷെ രേണുവിൻ്റെ അടുത്ത് മാത്രം എന്താ അവൻ ഇങ്ങനെ അഭിനയിക്കുന്നത്? അത് രേണു പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ടല്ലോ രേണുസുധി തൻ്റെ കസിൻ ബ്രോയെ വെച്ചിട്ടാണ് ഈ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്നത്. അതിനുശേഷം ആ പുള്ളിക്കാരൻ്റെ സൗണ്ട് അല്ല, ഇപ്പോൾ വേറൊരു സൗണ്ടിലാണ് വേറൊരാളാണ് വന്നിരിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള രേണുവിൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും. അത് അവരെങ്ങനെയാണ് ചെയ്യട്ടെ. അവർ നമുക്ക്
സോഷ്യൽ മീഡിയയിൽ ഇട്ട് തരാണത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രേണു പറയുന്നുണ്ട് രേണുവിനെ കുറിച്ച് എന്ത് വീഡിയോ ഇട്ടിട്ടാണെങ്കിലും ആൾക്കാർ ജീവിച്ചു പോകുന്നു, ഇത് കിട്ടുന്നു, വ്യൂസ് കിട്ടുന്നു എന്നൊക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, രേണുവിനെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ? ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ? എല്ലാവരും നെഗറ്റീവ് അല്ലേ പറയുന്നത്, മോശമല്ലേ പറയുന്നത്? മോശം പറയിപ്പിക്കാനാണോ നമ്മൾ ജീവിക്കുന്നത്? രേണുവിന് അപ്പോൾ അതായിരിക്കും ഇഷ്ടം, മോശം പറയുന്നതായിരിക്കും ഇഷ്ടം. രേണു അങ്ങനെ പറയിപ്പിച്ചോട്ടെ, മോശമായിട്ട് എന്താ വെച്ച് കാണിച്ചോട്ടെ. പക്ഷെ രേണുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞവർ പോലും ഇപ്പോൾ തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. രേണുവിൻ്റെ കൂടെയുള്ള ഇത്തിൽ കണ്ണിവാലുകളൊക്കെ നെഗറ്റീവായിട്ട് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ രേണുവിൻ്റെ ഈ അഭിനയ മികവ് കൊണ്ടാണ്. രേണു ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ മീഡിയാസിൻ്റെ ഓരോ വീഡിയോസ് എടുക്കുന്നു, മീഡിയാസിന് അയച്ചു കൊടുക്കുന്നു, നാട്ടുകാരിലേക്ക് എത്തിക്കുന്നു, ചർച്ച ചെയ്യിപ്പിക്കുന്നു. രേണു ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ രേണു ഇല്ല. രേണു കഞ്ഞി പിടിച്ചു പോകുന്നതും എല്ലാം ഈ യൂട്യൂബേഴ്സ് ഉള്ളത് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മളിങ്ങനെ ഒരു വീഡിയോ, ഇപ്പോൾ ആരാണെങ്കിലും രേണുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലും പോസിറ്റീവ് വീഡിയോ ചെയ്യുന്നുണ്ടോ? 1-2 വാലുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർ ആരെങ്കിലും പോസിറ്റീവ് വീഡിയോ ചെയ്യുന്നുണ്ടോ? രേണു പറയുന്നത്, രേണു എന്ന് പറയുന്ന ഒരു #, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഒരു ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റീച്ച് കിട്ടും. അതാണ് രേണുവിൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ രേണു ഒരു കാര്യം ചെയ്യുക, രേണു എടുക്കുന്ന വീഡിയോസ് മുഴുവനും രേണു ഗാലറിയിൽ വെക്കുക. എന്തിനാണ് ഈ മീഡിയാസിനെ കൊടുത്തിട്ട് റീച്ച് വാങ്ങിപ്പിക്കുന്നത്? എന്തിനാണ് ഈ യൂട്യൂബേഴ്സിനെ കഞ്ഞി കുടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? രേണു തന്നെ കഞ്ഞിയോ കുഴിമന്തിയോ എന്തോ വാങ്ങിച്ച് കഴിക്കുക, അത് തൻ്റെ ഗാലറിയിൽ തന്നെ വെക്കുക. എന്തിനാണ് താനത് മീഡിയാസിന് കൊടുക്കുന്നത്? തനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വകുപ്പിന് വേണ്ടിയിട്ടല്ലേ? അതെന്തോ ആയിക്കോട്ടെ, താൻ യൂട്യൂബേഴ്സിനെ കൊണ്ട് ജീവിച്ചു പോയിക്കോ രേണു. പ്രേക്ഷകർക്ക്, ഇത് കണ്ടുകൊണ്ടിരുന്ന് സഹികെട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർ കമൻറ്റ് ബോക്സിലൂടെ ഓരോരുത്തരും രേണുവിനെ നെഗറ്റീവ് പറഞ്ഞ അവരുടെ അഭിപ്രായമാണ് അവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. രേണു അതിനുള്ളൊരു അവസരം കൊടുക്കുന്നില്ല. കാരണം രേണു ഇടുന്ന ഓരോ റീലിനും രേണു എന്താ കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇടുകയാണ്, കമൻറ്റ് ഓഫാക്കിയിട്ടാണ് രേണു. കാരണം രേണുവിന് പച്ചത്തെറികളും ഭയങ്കര മോശമായിട്ടുള്ള, കണ്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞിട്ട് ഇടുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് രേണുവിൻ്റെ ഇമാതിരി തോന്നിവാസം കാണിക്കുമ്പോൾ അത് പറയാനുള്ള ഒരു വേദി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തുറന്നിട്ട് കൊടുക്കുന്നു. നമ്മളാരും കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിട്ടില്ല. കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചിട്ട് രേണുവിനെ പറയാനുള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. രേണുവിനെ എന്താണെന്നൊന്നും കണ്ട് കമൻറ്റും റീച്ചും വ്യൂസും കണ്ടിട്ട് രേണുവിനെ സഹിക്കുന്നില്ല. രേണു ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവരുടെ കഴിവ് കൊണ്ടാണ് വ്യൂസ് വാങ്ങിക്കുന്നത്. അല്ലാണ്ട് രേണുവിൻ്റെ എവിടെയും കാണിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടല്ല ഓരോരുത്തർ വരുന്നത്, റീച്ച് ഉണ്ടാക്കുന്നത്. അത് രേണു അത് മനസ്സിലാക്കുക. രേണു വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ റീച്ച് കിട്ടും എന്നാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ രേണുവിനെ മനസ്സിലാക്കും, താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് മനസ്സിലാക്കും. രേണുവിനെ കുറിച്ച് ഓരോരുത്തർ ഓരോ വീഡിയോ ചെയ്തു. രേണു എന്താ ഷാപ്പിൽ കിടക്കുന്നതോ അവിടെ കിടക്കുന്നതോ പിന്നെ ദൂരത്തിൻ്റെ കൂടെ കൊഞ്ചിക്കുഴയുന്നതോ കുഞ്ഞു മക്കൾക്ക് രേണുവിൻ്റെ മക്കൾക്ക് കൊടുക്കാത്ത സ്നേഹം, മകന് പോലും കൊടുക്കാത്ത സ്നേഹമാണ് ദാസേട്ടനും പ്രജീഷിനും പിന്നെ വേറൊരു പുതിയ തടുക്കാരും ചെറുക്കനുണ്ടല്ലോ അവൻ്റെയൊക്കെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഭയങ്കര സ്നേഹം അങ്ങോട്ട് ഒഴുകാണ്, ഒഴുകിക്കോട്ടെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഓരോരുത്തർ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ റീലുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഈ കണ്ടന്റ് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ആ കണ്ടന്റ് ഒന്നും ഇടുകയില്ല. എന്തായാലും രേണു അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ച്, അങ്ങനെ ആയിക്കോട്ടെ. രേണു ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചോ. രേണു ഇപ്പോഴാണെങ്കിലും മുമ്പാണെങ്കിലും എങ്ങനെയാണോ ജീവിച്ചത്, രേണുവിന് എങ്ങനെയാണ് ജീവിക്കാൻ ഇഷ്ടം, രേണു അതുപോലെ ജീവിച്ചോ. ആരും രേണുവിനെ കറക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. രേണുവിനെ കുറിച്ച് ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷമാണോ രേണു എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് രേണു എന്താ ഭർത്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ എന്ന്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ രേണുവിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. ബിഗ് ബോസിൽ നിന്ന് പോയ ശേഷമാണ് ഞാൻ രേണുവിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ. എനിക്ക് ഒരു വിഷയമല്ല, ഞാൻ ഇതിന് പോകത്തില്ല. പഴയ റീലിനും ആൽബത്തിനൊന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ. ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ ഞാൻ വീട്ടിലിരിക്കാം. രേണു വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് കൊണ്ട് തന്നവരില്ലേ, സ്ഥലം തന്നവരുണ്ട്, വീട് വെച്ച് തന്നവരുണ്ട്, ഇതേപോലെ പല രീതിയിലും പൈസ ഇട്ട് സഹായിച്ചവരുണ്ട്. സ്റ്റാർ മാജിക്കിലുള്ളവരൊക്കെ പൈസയൊക്കെ വീട്ടിൽ വെറുതെ കൊണ്ട് തരയല്ലേ ചെയ്തിട്ടുള്ളത്. പൈസ തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല എന്നൊന്നും പറയണ്ട. രേണു വെറുതെ വീട്ടിലിരുന്നപ്പോൾ രേണുവിനെ ഒരുപാട് പേര് കൊണ്ടുവന്ന് പൈസ വീട്ടിൽ തന്നിട്ടുണ്ട്, വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരെയൊക്കെ എന്താ ചെയ്തേ, എല്ലാവരെയും തിരിഞ്ഞു കുത്തി വിഷം ചീറ്റി അവരുടെയൊക്കെ മുന്നിൽ. അതുകൊണ്ട് ഇപ്പം ആരും സഹായിക്കുന്നില്ല. അപ്പോൾ പണിക്ക് തന്നെ ഇറങ്ങിയേ പറ്റൂ. നമ്മളാരും രേണുവിന് വീട്ടിൽ കൊണ്ടുവന്ന് പൈസ തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാളെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ആരാണ്, കരിഷ്മ. നാളെ പുള്ളിക്കാരിനെ കുത്തു കിട്ടോ. ഇതിന് മുമ്പ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഏതോ ഒരു സ്കെൽറ്റായിട്ടുള്ള ഒരു പെൺകുട്ടി,
ആ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രേണുവിന് വെല്ലുവിളി നടത്തുകയാണ്. രേണുവിൻ്റെ കൂടെയുള്ള ആരാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ രേണുവിനെ തിരിഞ്ഞു കുത്തും. രേണുവിന് തിരിഞ്ഞു രേണു അവർക്കിട്ട് പണി കൊടുക്കും. ഇത് തന്നെയാണ് രേണുവിൻ്റെ സ്വഭാവം. അതെനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ രേണുവിൻ്റെ ചരിത്രം മുഴുവനും ഇതിനും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ഒരാളുണ്ട്. ആളുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് അധികം സർപ്രൈസ് ഒന്നും ഞാൻ വെക്കുന്നില്ല, കാരണം നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും ആരുടെ വീട്ടിലേക്കാണെന്ന്. ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ കൂടാതെ റണാസുന, നമ്മുടെ റണാസുനെ പറ്റി എന്തൊക്കെയാണ് ചേട്ടൻ പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കാം. അപ്പൊ നമുക്ക് രാജേഷേട്ടൻ്റെ വീട്ടിൽ അത് നമ്മളെ അത് ഓപ്പൺ എന്നുള്ള സംഭവം വെക്കണം. അത് വെച്ചിട്ടില്ല, അതൊക്കെ ഉണ്ട്. ഇതാണ് ഇത് ചേട്ടന്റെ. അത് ചേട്ടന്റെ പേരില് എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ ചേട്ടൻ. അപ്പൊ പിന്നെ ചേട്ടന്റെ യൂട്യൂബ് ചാനൽ ഇല്ലെന്നേ കേസിലൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത്? രാജ് ടോക്ക്. പറയൂ, രേണുസുധിയുടെ സ്വന്തം ആളാണ്. സത്യം പറഞ്ഞ ചേട്ടാ, ഞാൻ രേണുസുധീനെ അധികം നെഗറ്റീവ് ഒന്നും പറയാറില്ല. പക്ഷെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോ ഞാനതൊരു കുടുംബം പോച്ചാൻ വേണ്ടി, മക്കളെ പോച്ചാൻ വേണ്ടി ഭർത്താവ് സുധീ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കാരിക്കട്ടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ജീവിക്കണം. ആർക്കും അപ്പൊ റിയാക്ഷൻ ചെയ്യണം. ആരെങ്കിലും ഈ പണിക്ക് പോരെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി, അപ്പൊ ഞാൻ അങ്ങനെ പോസിറ്റീവ് അടിച്ചോണ്ടിരുന്ന ആളാണ്. പക്ഷെ ഓരോന്നും കഴിയുന്നോറും പുള്ളിക്കാരി ഉണ്ടല്ല, പോസിറ്റീവ് പറയുന്നവരല്ല, നെഗറ്റീവിനോട് കൂടുതൽ താല്പര്യം കാണിച്ചു പോകുന്നു. ഇപ്പൊ ഇതൊരു ബ്രദറിനെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തപ്പോ ഇപ്പൊ വേറെ സൗണ്ട് മാറ്റി വേറെ പ്രായമായ ഒരാളെ കൊണ്ടാണ് ചോദിപ്പിക്കുന്നത്. രണ്ടു കസിൻ ബ്രദറിനെ വെച്ചിട്ടാണല്ലോ ഇവിടെ ചോദിപ്പിക്കണ്ടായിരുന്നേ. ഒരുത്തനുണ്ട്, സൈസ് എത്രയാണ്, എന്താണ്, ലെസ്ബിയൻ ആണോ, അങ്ങനെയുള്ള കുറെ അവരെന്തിച്ച ചോദ്യങ്ങളാണല്ലോ ചോദിക്കണ്ടായിരുന്നേ. ഇപ്പൊ ഞാൻ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് കാണുന്നുണ്ട്, നമ്മളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഇപ്പൊ അവള് ചെയ്യുന്നത് വേറൊരു സൗണ്ട് വെച്ചിട്ട് വേറൊരാളെ കൊണ്ടാണ് ഇന്നലെ മുതൽ വന്നിരിക്കുന്നത്. നമ്മളെങ്ങനെയെങ്കിലും അവളെ കുറിച്ച് വീഡിയോ ചെയ്യണം. ഞാൻ മാക്സിമം ചെയ്യാതിരിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇവിടെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഇതാണ്. നമ്മള് എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും ഇത് നമ്മൾ ചെയ്യാതിരിക്കും തോറും ഇവിടെ ആ ഒരു ലിമിറ്റ് കൂടി വരികയാണ്. മനസ്സിലായോ? ഇത് സംഭവം കൂടി ഇപ്പം എന്ത് വേണോ വിളിച്ചു പറയാം, എന്ത് അനാവശ്യം വേണം പറയാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അശ്ലീലത കൊണ്ട് നിറച്ചിരിക്കുകയാണ്. എപ്പോഴും നോക്കിയാലും ഇത് തന്നെ. മീഡിയക്കാരൻ ഇപ്പൊ അനുമോളുടെ ആണെങ്കിൽ അഭിലാഷിനോട് ഓരോരുത്തരോട് ഒന്ന് മീഡിയക്കാർ സംസാരിക്കുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇവക്കടുത്ത് ചോദിക്കുന്നവരുടെ മാത്രം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ അങ്ങോട്ടാ പറയുന്നത്. പലയിടത്തും ഇന്റർവ്യൂസിന് പോകുമ്പോൾ പലയിടത്തും ഇന്റർവ്യൂ എടുക്കുന്നുണ്ടല്ലോ, അവരൊക്കെ നമുക്ക് പേഴ്സണലി പരിചയമുണ്ട്. ഇവിടെ അങ്ങോട്ട് പോയി നിങ്ങൾ ഇങ്ങനെയുള്ള സാധനം ഇടണം, അതായത് നമ്മൾ നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾ ഇടണം, എന്നാലേ റീച്ച് ആവുക. അങ്ങോട്ട് പറയാം. അതുപോലെ യുവമാർക്കൊരു ഇതെന്നറിയാമോ, നമ്മൾക്കൊരു ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്ത് വേണം എനിക്ക് ചോദിക്കാം, എവിടെ വേണം എനിക്ക് കയറി പോവാം. ബാത്റൂമിലാണെങ്കിൽ പോലും എനിക്ക് അവിടെ കൊണ്ട് ക്യാമറ വെച്ച് ചോദിക്കാം. അവിടെ ആൻസർ പറയും. അല്ല, ആ ഒരു ധൈര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അമരത് ഇതിന് വേണ്ടി ചോദിക്കും. അപ്പൊ അവളിങ്ങനെ ആഗ്രഹിക്കുന്നത് എങ്ങനെ എപ്പോ അവന്മാർ വേറെ എന്തെങ്കിലും ചോദിച്ചെന്ന് വെച്ചു, വേറെ എന്തോ അർത്ഥത്തിൽ അവന്മാർ ചോദിച്ചാൽ ഇവിടെ അതിന്റെ തൊഴിലാർത്ഥത്തിലേക്ക് എടുത്തിടും. കാരണം പണ്ട് എങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു ഞാൻ അറിഞ്ഞതുണ്ടല്ലോ. ഞാൻ കുറച്ച് സീരിയൽ അലിഗേഷനിൽ വർക്ക് ചെയ്യണം, കുറച്ചായിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ എനിക്ക് മനസ്സിലായത് സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. ആണ്. അതിന് മുമ്പേ ഇങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ ഇടയ്ക്ക് വെച്ചൊരു പയ്യനോട്ടൊരു ഈ അബോർഷൻ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെ ചെയ്യും? എന്നിട്ട് പറഞ്ഞത് സുധിച്ചേട്ടന് ഉള്ളപ്പോഴാണ്, അതായത് മറ്റവൻ പ്രസവിക്കുന്നതിന് 5 മാസം മുമ്പാണ് അബോർഷൻ. അപ്പൊ ഇവൻ 5 മാസമായിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ സംഭവിച്ചത്. അതൊരു കൊച്ചു പയ്യനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവർക്ക് ഇതിന് മുമ്പ്, അതായത് ഈ ഒരു വിഷയങ്ങൾക്ക് മുമ്പ് സുധി മരിച്ച ആ സമയത്ത്, അതിന് ശേഷമൊക്കെയാണല്ലോ ഈ വീട് വെപ്പും പിന്നെ ആൾക്കാരൊക്കെ വന്നത്. അതിന് മുമ്പ് കുറെ പിന്നെ സഹായിച്ച കുറച്ച് പേരുണ്ട്. അവര് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ പറയുന്ന അതിവസ്ത്രം വരെ വാങ്ങിച്ചു കൊടുത്തവരുണ്ട്. അവളെ ഡ്രസ്സ് അവളെ കൊണ്ടുപോകാം. അപ്പം അവരൊന്നും നമുക്കറിയാം. ഇവരുടെ അച്ഛൻ എങ്ങനെയായിരുന്നു, ഇവിടെ സംസാരിച്ചിരുന്നത്, ഇവരുടെ സഹോദരി എങ്ങനെയായിരുന്നു. സഹോദരിട്ട് ഭയങ്കര ഉടക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഇപ്പോ
അപ്പൊ അന്ന് തൊട്ട് രേണുവിന്റെ സഹോദരി ആ ചേച്ചി അതെ, ആ രേണുവിന്റെ സഹോദരി ഈ പറയുന്ന വളരെ സഹായിച്ചില്ല. അവരുടെ കുറിച്ച് രേണുവിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇപ്പം കണ്ടുകഴിഞ്ഞാൽ നമ്മള് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവര് നോക്കുമ്പോ എന്താണ് ക്യാഷ് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ അവളെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടു കൊടുക്കണ്ടേ? ഞാൻ പറയണ അവളെ അഭിനയിച്ചോട്ടെ, ബ്ലോക്കോ എന്ത് എങ്ങനെ ചെയ്തു. പക്ഷെ ഒരു ഒരു പരിധി ഉണ്ടല്ലോ എല്ലാത്തിനും. നമ്മൾ ഈ അഭിനയത്തിന്, അതായത് റീലിന് അപ്പുറമുള്ള ഒരു അഭിനയം ഉണ്ടല്ലോ, അതൊരു ഇറിറ്റേഷൻ. ആ ഒരു താടിക്കര ചെറുക്കയില്ലേ, അപ്പൊ ചുമ്മാ അതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പക്ഷെ അവനെ വേറെ 1-2 റീല് ഞാൻ എന്റെ കണ്ടു. ആ അതെ അതെ. പക്ഷെ അതിലൊക്കെ നമുക്കൊരു വൃത്തിയുടെ തോന്നില്ല. മനസ്സിലായ അവര് രണ്ടുപേരും അഭിനയിക്കും. പക്ഷെ എവിടെടുത്ത് വരുമ്പോ മാത്രമാണ് ഇത് ഇങ്ങനെ ആവുന്നത്. അത് സംസാരം കണ്ടില്ലേ, കുഴഞ്ഞ് സംസാരിക്കണം. അവരെ ദേഹത്ത് പിടിച്ചോ അല്ലെങ്കിൽ എന്താണ് കെട്ടിപ്പിടിച്ചോ, അല്ലെങ്കിൽ ഇത് തന്നെയാണ്. അതിപ്പോ പലർക്കും പല ക്യാരക്ടറുണ്ടാവും. അവരങ്ങനെ സംസാരിച്ചോ, അവള് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് എല്ലാവരും നോക്കാൻ പറ്റില്ല. സംസാരിച്ചോ, ഇതെന്തിനാ വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കണമെന്ന് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു നാണമില്ലെന്ന്, നാണം ഉടുപ്പൊന്നും ഇല്ല. ഒരു നാണം അല്ലെങ്കിൽ ചെറിയൊരു മാനം, അല്ലെങ്കിൽ എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് പറയാം ഇത് അഭിനയമാണെന്ന് പറയും. അഭിനയം അല്ലല്ലോ ഇപ്പൊ കാണിക്കുന്ന അഭിനയമല്ലോ. അഭിനയത്തിന് പുറത്തുള്ള സാധനമല്ലേ കാണിക്കുന്നത്. അവർ പുരുഷനല്ലേ, മനസ്സിലായോ? അപ്പൊ അവിടെ തന്നെ നമ്മൾ എതിർക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രജീഷ് ഇപ്പൊ എല്ലാരും അറിയുന്ന ഒരു ഇതിലേക്ക് എത്തി കൂടെ നിന്നിട്ട് അതേപോലെ അറിയപ്പെടാനായിരിക്കും ഇതിലൊക്കെ ഇപ്പൊ വരുന്നേ തോന്നുന്നു. ആയിരിക്കും, മനസ്സിലായി. എനിക്ക് പിടിക്കുന്നത് ഉമ്മയാണല്ലോ പ്രശ്നം, ആൾക്കാരെ കാണിക്കാൻ തൊഴിലാന്ന് വയ്ക്കാം. ഈ ചെറുക്കനെ എനിക്കൊന്ന് കല്യാണം കഴിച്ചിട്ടില്ലായിരിക്കാം. അവനെ ഇവർക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നുണ്ട്. പ്രതീക്ഷ ആയാലും മറ്റേ ദാസേട്ടനായാലും ഒഴിയും, കൂടെ നിന്ന് കൊടുക്കത്തില്ല. പക്ഷെ ഈ ചെറുക്കൻ നിന്ന് കൊടുക്കുന്നു. എവിടെ ഒന്ന് പറയുമ്പോ 2 പറയുന്നുണ്ട്, എവിടെ കൈ പിടിക്കും അവൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവൾക്ക് പറ്റിയ ഒരു ജോഡിയായിട്ട് വളർന്നുണ്ട്. എനിക്ക് ഇത് സോഷ്യൽ മീഡിയ തുറന്ന രേണുസുതിയാണ്. നാട്ടുകാർക്ക് മൊത്തം മതിയായിരിക്കണം. ഇപ്പൊ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തോണ്ടുള്ള കമന്റ് കണ്ടിട്ടുണ്ടോ? മനസ്സിലായോ? ഇപ്പൊ നമ്മള് റിയാക്ട് ചെയ്യുമ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നാട്ടുകാർക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കാം. നാട്ടുകാർ പറയാനുള്ളതൊക്കെയാണ് നമ്മളോട് പറയണത്. നമ്മളീ റിയാക്ഷൻ രേണു പറയണത് നമ്മൾ അവളെ വെച്ചിട്ട് വീഡിയോ ചെയ്ത് കഞ്ഞി കുടിക്കുന്നു എന്നൊക്കെയാണ് അവള് പറയുന്നത്. റീച്ച് കിട്ടുന്നുണ്ട്, കിട്ടിക്കോട്ടെ. പക്ഷെ ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ഞാൻ പിന്നെ കുറെ പേരുടെ വീഡിയോ എടുത്ത് നോക്കി. ഇവിടെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് കിട്ടാത്ത കുറെ പേരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നാട്ടുകാർ തെറി പറഞ്ഞിട്ടാണ് ഇത് ഇത്രത്തോളം. നമ്മളില്ലെങ്കിൽ അവളും ഇല്ല, അത് വേറൊരു വിഷയം. പിന്നെ നമുക്ക് എവിടെയല്ല, ഞാൻ പറയുമ്പോൾ ഒരു ഉച്ചക്കായി വെച്ച് നമ്മള് കണ്ടന്റ് ഉണ്ടാക്കുക, മനസ്സിലായോ? അത് ഇത്ര ലെവലല്ല, ആരോ ആയിക്കോട്ടെ, നമുക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മള് എത്രയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടാലും ഇങ്ങനെ ഈ പറയുന്ന ഈ അശ്ലീലത ഇങ്ങനെ കൊണ്ട് തുറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ആണ് ചെയ്യുന്നത്. റിയാക്ഷൻ ചെയ്യാനല്ലോ, നമുക്ക് റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ, മനസ്സിലായോ? ഇപ്പൊ എന്തായാലും ആൾക്കാർക്ക് മനസ്സിലായി രേണു ചേച്ചി പാവ, അയ്യോ എന്തെങ്കിലും ചെയ്ത് ജീവിക്കട്ടെ എന്ന് പറയില്ലേ, അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ മറ്റേ ഒരു സ്കെൽക്കർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ അവളിപ്പോ എന്തോ ഒരു എവൾക്കെതിരായിട്ട് രേണുവിന്റെ സ്ഥിര പരിപാടിയാണ് കൂടെ നിൽക്കുക, എന്നിട്ട് അവസരം കിട്ടുമ്പോൾ അവർക്കെതിരായിട്ട് പറയുക. അത് തുടക്കം മുതലേ ഉണ്ട്. അതിപ്പം എവൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. ഇത് അവള് കൂടെ നടന്ന് എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നോ? ആ സമയത്ത് ഞാൻ വേണ്ടിട്ടുണ്ടായിരുന്നു നാളെ രേണുവിന് ഇവിടെ ഒരു ഭാര്യയാകും. ഇപ്പൊ ഉള്ള കരിഷ്മയെ കൂടെ പിടിച്ചെന്ന് പറയുമ്പോ അവളെ സംസാരം കേട്ടിട്ട് അവൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു വെച്ചാണ്. അതുകൊണ്ട് സാമ്പത്തികം ഉള്ളിടത്ത് അവൾക്ക് ഭയങ്കര മോല് ചക്കര്. അതായത് മുമ്പ് അവർക്ക് ക്യാഷ് കൊടുത്തിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഇവള് സംസാരിക്കുന്ന ചാറ്റൊക്കെ എന്റെ ഉണ്ട്. ഇവൾ അങ്ങോട്ട് അത് ഒരു കാമുവിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവള് സംസാരിക്കുന്നത് പെണ്ണാണ്, ആണല്ല, പെണ്ണാണ് കൊടുക്കുന്നത്. അവരെടുത്ത് വരെ സംസാരിക്കുന്നത് ഒരു കാമുകന്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ്. മോളെ ഞാൻ ഉറങ്ങട്ടെ, മോളെ ചക്കര ഉമ്മ, ഇങ്ങനെയൊക്കെ പറഞ്ഞ സംസാരിക്കുന്നത്, മനസ്സിലായോ? അപ്പോഴും ഈ പറയുന്ന സുധീര കേസും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലേക്ക് അവരുടെ അടുത്തൊക്കെ ഇവര് സംസാരിക്കുന്നത്. അപ്പൊ അവരില് ക്യാഷ് എത്രത്തോളം വരും അത്രത്തോളം മാറ്റി. ക്യാഷ് എപ്പ തീരും? വീട് വെച്ച് കൊടുത്തവന്റെ ഗതിയുടെ കണ്ടല്ലോ, സ്ഥലം കൊടുത്തവന്റെ, ഈ മറ്റേ മുടി വെച്ച് കൊടുത്തവന്റെ, മറ്റേ അന്ന് മുടി അവിടെ കൊണ്ടേ പറഞ്ഞില്ലയോ, മുടി ഇളകി പോണു നമ്മള് ബിഗ് ബോസിൽ പോയിട്ട്, അവരെ അത് ഫ്രീ ആയിട്ടല്ലേ വെച്ച് കൊടുത്തത്. അവരെ കുറ്റം പറഞ്ഞില്ലേ? ഇപ്പം കുറെ കൂട്ടുകാരികളുണ്ടായി. ഇപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു. ഇനി ഉള്ളത് കരിഷ്മയിൽ എന്ന് പൈസ തീരും അന്ന് കരിഷ്മ വെളിയിലാണ്. എഴുതി വെച്ചു അവളെ എന്ന് പൈസ തീരും അതുവരെ എവിടെ തേനയെ പൊന്നി ദൈവത്തിനെ പോലെ കൊണ്ടുകിടക്കും. എന്ന് തീരും അന്ന് ഔട്ടാണ്. അല്ലെങ്കിൽ പുതിയ ഒരാൾ വരണം. പുതിയ എവിടെയും
അവളെന്റെ ഒരു കൂടപ്പുറപ്പ് എന്റെ സഹോദരി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ ടെൻഷൻ അടിച്ചിട്ട് പറഞ്ഞു, എടി നമുക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ എന്തോ ചെയ്യും, ഞാൻ നിന്നെ നോക്കണി. ഞാൻ പറയും വാർത്തപ്പടിക്ക് പോയിട്ടാണ് ഞാൻ. അത്രയും പറയാനുള്ളൊരു മനസ്സ് എഴുതി വെച്ച് അവളെ എന്ന് പൈസ തീരും അതുവരെ ഇവിടെ തേനയെ പൊന്നി ദൈവത്തിനെ പോലെ കൊണ്ടുകിടക്കും. എന്ന് തീരും അന്ന് ഔട്ടാണ്. അല്ലെങ്കിൽ പുതിയ ഒരാൾ വരണം. പുതിയ എവിടെയും കെട്ടി ക്യാഷുള്ള ആരെങ്കിലും വന്നിടി അവളെ വീട് ഞാൻ ഉണ്ട്, അവളെ കെട്ടി പൈസ ഞാൻ നിന്ന് ഞാൻ അവളെ അവള്. ഇതാണ് രണാസുര. ഇത്രയേ ഉള്ളൂ. ഞാൻ അവളെ അങ്ങനെ വിളിക്കുന്നത് രണാസുര. നന്നാവട്ടെ. നന്നാവത്തില്ല, ഇങ്ങനെ തന്നെയാണ്, നന്നാവത്തില്ല. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ എന്ത് അറിയാമോ, ഈ പറയുന്ന എങ്ങനെ പോയാലും ഈ ഇത് പോകും. ഇപ്പൊ തന്നെ റീച്ച് വളരെ കുറവാണ്. നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസ് ഓൺലൈൻ മീഡിയാസ് വന്ന് കുറച്ച് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് കുറച്ച് റീച്ച് ഉണ്ട്. ഇത് പോയി വരുമ്പോ ആരും വിളിക്കാതാവും. അപ്പൊ വരുമ്പോഴ് അപ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇപ്പം ഭയങ്കര ആർപ്പാടത്ത് ജീവിച്ചുണ്ട്. പിന്നെയാണ് നമ്മളിപ്പോ വൈറലേ കാണിച്ചോളൂ. പിന്നെ നമുക്ക് വൈറലിൽ പലതും കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് എന്റെ ആവും. ഇപ്പൊ ചോറും കൂടെ വയ്ക്കണം. അടുക്കളയിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അങ്ങനെ രാജ് ടോക്കിന്റെ വീട്ടിൽ നിന്ന് കപ്പയും ചിക്കൻ കറിയാണ് കേട്ടോ. ചേട്ടനാണ് ചിക്കൻ കറി വെച്ചത്. രാജ് ടോക്കിന്റെ സ്പെഷ്യൽ ചിക്കൻ ഞങ്ങളുടെ ഓപ്പോസിറ്റാ വണ്ടർലയില്ലേ. വണ്ടർല ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നാ നേരെ വണ്ടർല കാണാം. ഹലോ ഗൈസ്, അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ദാ ഫ്രണ്ടിൽ കാണുന്ന കാറ് കണ്ടോ? ഈ കാർ ഏതെന്ന് മനസ്സിലായോ? ഈ കാറാണ് അനുമോൾക്ക് ബിഗ് ബോസ് കൊടുക്കാന്ന് പറഞ്ഞ കാറ്. ഇതുവരെയും കൊടുത്തിട്ടില്ല ഗൈസ്. ഇതിപ്പോൾ വേറെ ആരുടെയോ കാറാണ്. ഈ കാറാണ് അനുമോൾക്ക് കിട്ടേണ്ടിയിരുന്നത്.